അങ്ങനെ ഭംഗിയായി നിർവഹിച്ചിരിക്കുകയാണ്. അമ്മ മുന്നേ അടിക്കുന്നു, ക്ലീൻ ചെയ്യാൻ വാങ്ങിയ സാധനം പുറകെ പോകുന്നു. എന്താ വീട് മാറിപ്പോയി. കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയാലെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഇവിടെ 2 ടീം പെട്ടിയും മറ്റേ കറങ്ങണതൊക്കെ നോക്കി നിൽക്കാൻട്ടാ. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം കൊണ്ട് പറയുന്നു ഇങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതിയ അതിഥി വരുന്നുണ്ട് എന്നല്ലേ. അപ്പൊ അതിഥിയെല്ലാം നമ്മള് നേരത്തെ കൂട്ടിയിട്ടൊക്കെ വന്ന്, പക്ഷെ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ ഇവരുടെ തന്നെ ഒരാള് വരാനുണ്ടായിരുന്നു. അപ്പൊ അത് വന്നിട്ടുണ്ടായിരുന്നില്ല. എന്താണ് അതെ. അപ്പൊ ഞങ്ങള് സത്യം പറഞ്ഞ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മളിത് ഫോബ്സിന്റെ ഇത് എടുത്തതും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചിരുന്നു. അപ്പൊ അന്ന് സംഭവം ഇവിടെ കൊണ്ടുവച്ചെങ്കിലും നമുക്കിത് പൊട്ടിക്കാനായിട്ട് അന്നേ പറഞ്ഞല്ല, അന്നത്തെ വ്ളോഗ് കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. കുറെ സംശയങ്ങളൊക്കെ ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതിന്റെ വില ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇതിന്റെ വിലയെല്ലാം നമുക്ക് ഈ വീഡിയോ തന്നെ പറയാം. പിന്നെ ഇതിന്റെ കാര്യങ്ങൾ കാണാം. ഇതിപ്പോ നമ്മൾ ജസ്റ്റ് ഇതിൽ നിന്ന് തുറന്ന് പുറത്തേക്ക് അവർ വന്നപ്പോൾ വെച്ച് തന്നതാണ്. ഇനി നമുക്ക് എല്ലാം സെറ്റ് ചെയ്യണത്. കാരണം അവർ വന്നപ്പോൾ നമുക്ക് പ്ലഗ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നമ്മളിത് വെക്കാൻ ഉദ്ദേശിച്ച സ്ഥലം, ഇതിന് 2 കാര്യങ്ങൾ വേണം. ഒന്നെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ വൈഫൈ വേണം, റൗട്ടർ, അതായത് നമ്മുടെ മോഡം റേഞ്ച് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഡർ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ അഡാപ്റ്റർ വേണം. എന്നാലാണ് ഇത് എല്ലായിടത്തും കറങ്ങി നടന്നിട്ട് എടുക്കുള്ളൂ, നെറ്റ് ഉണ്ടെങ്കിൽ പണിയെടുക്കുള്ളൂ. പിന്നെ ഇത് വെക്കാൻ നമ്മൾ കണ്ടെത്തിയ സ്ഥലം, ഇവിടെ എല്ലായിടത്തും നോക്കിയപ്പോഴും ബുദ്ധിമുട്ടില്ലാത്തൊരു സ്ഥലം കണ്ടെത്തിയത് നമ്മുടെ ഈ സ്റ്റെയറിൻ്റെ അടിയിലാണ്. ഇവിടെ ഈ പ്ലേസ് കണ്ട ഇവിടെ. ഇതിപ്പോൾ ഇങ്ങനെ നമുക്കിവിടെ അടിയിൽ പോകാം കേട്ടോ. ഇങ്ങനെ കുറച്ചൊന്ന് കുനിഞ്ഞ്, നമ്മൾ വലിയ 6 അടി പൊക്കമൊന്നും ഇല്ലാത്ത ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരായതുകൊണ്ട് നമുക്കിവിടെ ഇങ്ങനെ പോവാം. അപ്പോൾ ഇവിടെയാണ് അതിന് സംഭവം. അപ്പോൾ ഇവിടെ ഒരു പ്ലഗ് പോയിന്റ് വെക്കണമായിരുന്നു, അത് ഇന്നാണ് വെപ്പിച്ചത്. അപ്പോൾ അത് വെച്ചു. പിന്നെ അതുകൊണ്ടൊക്കെ ഇത് ലേറ്റായി ഫിറ്റ് ആക്കാൻ. അതുകൊണ്ട് ഇത് തുടക്കണേന് വരെ ഇവർ തന്നെയാണ് തുടച്ചുകൊണ്ടിരുന്നിരുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ വ്ളോഗില് ഈ മെഷീൻ നമുക്ക് എങ്ങനെ ഫിറ്റ് ചെയ്യാം, ഇതിന് വെള്ളം ഒഴിക്കണം, പിന്നെ ഇതിനകത്ത് എന്തോ ഷാമ്പു ഉണ്ട്. ഇതിനെ കൊണ്ട് എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാന്ന് നമുക്ക് ഇതിനെ കൊണ്ട് എങ്ങനെ മറ്റേ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു പടമില്ലേ, പടം പൊട്ട പടമായിരുന്നു മമ്മൂക്കാന്റെ മറ്റേ സുരാജിന്റെ ഒക്കെ ഒരു കോമഡി ആയിട്ട് സിംഗപ്പൂരൊക്കെ പോയിട്ട്. അപ്പൊ അതിൽ സിംഗപ്പൂരിൽ വീട്ടുപണി എടുക്കുന്ന ആളാണ് നമ്മുടെ സുരാജ്. എന്നിട്ട് മമ്മൂട്ടി അവിടെ വന്നു കഴിയുമ്പോ സുരാജ് മുതലാളിനോട് പറയും, ഇവൻ എന്റെ ഹെൽപ്പറായിട്ട് നിന്നോട്ടെ എന്നൊക്കെ പറയും, ഇവനെ കൊണ്ട് ഞാൻ എല്ലാ പണിയൊക്കെ എടുപ്പിക്കുന്നൊക്കെ പറയും. എന്നിട്ട് അവസാനം സുരാജ് എന്താക്കും, ഇങ്ങനെ മമ്മൂട്ടിനെ കൊണ്ട് ഓരോ പണി എടുപ്പിക്കില്ല, അവിടെ തുറക്കും, ഇത് വൃത്തിയാക്കുന്നൊക്കെ തുടപ്പിക്കലാണേ. ഒരാഴ്ച കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ സുരാജിന്റെ പണി പോയി. അവസാനം ജനാർദ്ദന പറയൂ, ഇനി എന്തിനാ എനിക്ക് നീ, അവൻ പണിയെല്ലാം എടുക്കുന്നില്ല, ഇനി അവനെടുത്തോളും, നീ ക്യാൻസലായി, സുരാജ് പുറത്തായി. അപ്പൊ അതുപോലെ ഇവിടുത്തെ പണിയെല്ലാം ഇത് എടുത്തു കഴിയുമ്പോ നീക്കിനെ പുറത്താക്കും. അപ്പൊ എന്തായാലും റോബോട്ടിക് വാക്യൂം ക്ലീനർ നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് അതിനകത്ത് എന്തൊക്കെ ഉണ്ട് നോക്കാം. ബാ അമ്മേ, റോബോട്ടിക് വാക്യൂം ക്ലീനർ വരുന്നതിന് മുമ്പ് അമ്മ എല്ലാം തുടച്ച് വൃത്തിയാക്കണ, പിന്നെ അതിനെ കൊണ്ട് അതിനെന്തെങ്കിലും പണി വേണ്ടേ? അതെയാ. അപ്പൊ ഒരു കാര്യം, ഒരു 2 വർഷം കഴിയുമ്പോൾ മുകളിലും കയറുന്ന സാധനം വരും. അപ്പൊ എന്തായാലും യുറേക്ക ഫോബ്സിൻ്റെതാണ്, നമ്മുടെ നിക്ഷാനിൽ നിന്നാണ് വാങ്ങിയത്. നമ്മുടെ ഇതാണ് 11. അപ്പൊ ഇതിന്റെ ഹോം. അപ്പൊ ഇതാണ് വീട്ടിലെ അംഗം റോബോ. അപ്പൊ ഇതിന്റെ സെക്ഷൻ പവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കുറച്ച് നല്ല സെക്ഷൻ പവർ ഉള്ളതാണ്. 9500 അങ്ങനെ എന്തോ ആണ് ഇതിന്റെ പവർ വരുന്നത്. അപ്പൊ ഈ ബോക്സിൽ എന്തൊക്കെ ഉണ്ടായെന്ന് വെച്ചാൽ എനിക്ക് അതൊന്ന് കാണിച്ചു കൊടുത്തത്. ആ ബോക്സ് എടുത്ത്, ഈ പെട്ടിക്കകത്ത് കുറെ പെട്ടികളുണ്ട്, അത് അവിടെ കിടന്നോട്ടെ, അത് വേണ്ട, പെട്ടികൾ മാത്രമായിരുന്നു. ആ ലിക്വിഡ് എടുക്കും. അപ്പൊ ഇതിനകത്ത് അത് പറഞ്ഞേ എന്തെല്ലാം ഉള്ളതെന്ന് നോക്കാം നമുക്ക്. അപ്പൊ ഇതിന്റെ ബോക്സിൽ ഇതൊരു അൺബോക്സിങ് പ്ലസ് ഇത് ഫിറ്റിംഗ് എല്ലാം അല്ലേ, വാറന്റി കാർഡ് ഉണ്ട്. പിന്നെ ഇതിന് അതിന്റെ ഫിൽറ്റർ ആണെന്ന് പറഞ്ഞാൽ അവര് ഒരു ഫിൽറ്റർ ആണ് ക്ലീൻ ചെയ്ത് കാണാൻ. പിന്നെ ഇത് ക്ലീൻ ചെയ്യുന്നത്, പിന്നെ ഒരു എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു ബ്ലേഡ്, ഇനി ഇത് തുടക്കുന്ന ക്ലീൻ ചെയ്യുന്ന മോപ്പ്, ഇതും അഡീഷണൽ ആയിട്ട് തരുന്നതാണ് കേട്ടോ. അപ്പൊ അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇതിന്റെ പ്രത്യേകത, ഇത് നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്. ഇത് സംഭവം ഇതിനകത്ത് 2, അതായത് നമ്മള് മോപ്പിങ്ങിന് അല്ലേ, അതായത് വീട് തുടക്കാൻ വേണ്ടിയിട്ട്, വെള്ളം മുക്കി തുടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ 2 എണ്ണം വരുന്നുണ്ട്. മുമ്പ് വരുന്ന മോഡലിന് ഇങ്ങനെ ഒന്നേ ഉണ്ടാവും, അത് ഈ വീലിൽ ഓടുമ്പോ ക്ലീൻ ചെയ്ത് പോക്കായിരുന്നു. പക്ഷെ ഇതിനതല്ല, സെപ്പറേറ്റ് മോട്ടർ ഉണ്ട്. സെപ്പറേറ്റ് മോട്ടർ ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഹെയറും കാര്യങ്ങളൊക്കെ കുറെ ഭാഗം എല്ലാം ഓട്ടോമാറ്റിക് ആണ്, അത് തന്നെ കട്ട് ചെയ്തൊക്കെയാണ്
വിഷയത്തിലേക്ക് എടുക്കുക. പിന്നെ ക്ലീനിങ് ഒന്നും നമ്മൾ ചെയ്യണ്ട. ഇത് തന്നെ ഇതിന്റെ വെള്ളം അത് കാണിച്ചു കൊടുത്ത എനിക്ക്. ആ അപ്പൊ അതാണ് ആ ബോക്സിലുള്ളത്. പിന്നെ ഇത് അതിനൊപ്പം ഉണ്ടായതാണ് കേട്ടോ, ഫോപ്സിന്റെ നമ്മുടെ കഴുകുന്ന അല്ലേ, നിലം തുടക്കുന്നുള്ള ലിക്വിഡ്. ഇത് ഇതിനോടൊപ്പം വരുന്നതാണ്. ഒരു ബോട്ടിലാണ് വന്നേക്കണത്. ഇനി തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ നിന്നോ എവിടെ നിന്നും വാങ്ങണം. ഇതെപ്പോഴും വേണം നിർബന്ധമില്ല എന്ന് പറഞ്ഞ്. പക്ഷെ ഇത് മാത്രം, അത് വേറെ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല, ഇത് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അത് വന്നിട്ടുണ്ട് ഇതിന്റെ ഒപ്പം അല്ലേ. അപ്പൊ അല്ല അത് പറയാം. അപ്പൊ ഇതാണ് ഇതിനകത്ത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കേ, ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. കാരണം നമുക്കൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇത് വെള്ളം നിറക്കണം, നല്ല വെള്ളം നിറക്കണം. ഇതിനകത്ത് നിറച്ചിട്ട് അതിങ്ങനെ ഇറക്കി വെക്കുക. ഇത്രയും നമ്മൾ ചെയ്യണ്ടു ശരിക്കും പറഞ്ഞാല്. പിന്നെ ഇതിനകത്ത് ഇത് മോശം വെള്ളം, അതായത് ഇതിൽ നിന്ന് പോകുന്ന മോശം വെള്ളം ഇതിനകത്ത് ഓട്ടോമാറ്റിക് നിറയും. അപ്പൊ ഇത് നിറയുമ്പോൾ നമ്മൾ ഇത് കാലിയാവുമ്പോൾ ഇത് നിറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇത് കളയുക, ഇതിനകത്ത് നിറക്കുക. അത്രമാത്രം നമ്മൾ നോർമലി ഈ മെഷീനത്തിൽ ചെയ്യണ്ടു. ബാക്കിയൊക്കെ ഈ മെഷീൻ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യും. ഇതാടി ഇതിങ്ങനെ പൊക്കടി. പൊക്ക്. അപ്പൊ ഇതിങ്ങനെ സംഭവം. അപ്പൊ അതിൽ വെള്ളം നിറച്ചു, വെള്ളം നിറച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇറക്കി വെക്കാം. അപ്പൊ അങ്ങനെ ആദ്യമായി നികി നമ്മുടെ ഇതിലേക്ക് വെള്ളം നിറക്കുകയാണ് ഗൈസ്. അതിനകത്ത് മാക്സിമം കണ്ട ആ ലെവൽ വരെ, ആ മാക്സിമം എന്നുള്ള ലെവൽ വരെ മതി വെള്ളം. മാക്സിമം കാണാൻ പറ്റും, മിനിമം മാക്സിമം. മതി. ഇനി അത് അടച്ചോ. എന്താണ് അമ്മ ചോദിച്ചത്? അതിനൊരു പേര് വേണമല്ലോ അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും. പറഞ്ഞ പോലെ നമ്മളന്ന് പേര് വിളി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്കല്ലേ ഇതിന്. കല്യാണിക്കുട്ടിന്നാണ്. അപ്പൊ ഇതിന്റെ പേരെന്താ? ഇതിന് നമുക്ക് കല്യാണിക്കുട്ടി വേർഷൻ 2 എന്ന് വിളിക്കാണെങ്കിൽ മണിക്കുട്ടി കറങ്ങി തുടങ്ങിന്നല്ലേ. നമ്മുടെ മറ്റേ സുരേഷ് ഗോപി ആയതോ അല്ലേ, മണിക്കുട്ടി ഓടി തുടങ്ങിന്ന് പറഞ്ഞ പോലെ കല്യാണിക്കുട്ടി പേരിട എനിക്ക് ഐശ്വര്യായിട്ട് പേരിടമ്മേ. നമ്മൾ ഇടയ്ക്ക് ചെയ്യേണ്ടതാ ഇതിങ്ങനെ ഊരിയെടുത്തിട്ട് ഇതൊന്നിങ്ങനെ വെള്ളം ഉപയോഗിച്ച് കഴുകി കളയണം. എന്നിട്ട് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ കളഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ വെക്കാന്ന് പറഞ്ഞു. അത് എപ്പോഴും ഒന്നും വേണ്ട, ഒരു 5-10 പ്രാവശ്യം ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മതി എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ ഒരു ഫിൽറ്റർ ഉണ്ട്. ഇനിതാ ഇതിങ്ങനെ നെക്കി കഴിയുമ്പോൾ വരും ഇതാ. അപ്പോൾ ഇതിനകത്ത് ഇതിങ്ങനെ ഊരിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫിൽറ്റർ ഇതിനകത്താണ് ഡസ്റ്റൊക്കെ വരിക. ഇത് നിറയുമ്പോൾ ഒരു 5-8 പ്രാവശ്യം ക്ലീൻ ചെയ്യുമ്പോൾ എടുത്ത് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഇതിങ്ങനെ ഊരിക്കഴിഞ്ഞാൽ ഇങ്ങനെ പോരും. ഇത് കണ്ട ഇങ്ങനെ പോരും. എന്നിട്ട് അതുപോലെ തന്നെ തള്ളി വെക്കാം. എന്താ ഇത്രയുള്ള സംഭവം. അത് നമ്മൾ മാനുവലി ചെയ്യണം, എപ്പോഴും ഒന്നും വേണ്ട. കുറേ ക്ലീനിങ്ങുകളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഇതിനകത്ത് ഇവിടെ ഒരു ഫിൽറ്റർ എന്തുകൊണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ഇവിടെ അല്ല. മറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഇതാ ഈ ഹെയർ കണ്ട, ഇവിടെ ഇപ്പം തന്നെ ഹെയർ കുടുങ്ങിയ കണ്ട. ഈ ഹെയർ ശരിക്ക് ഡെമോ കാണിച്ചപ്പോൾ തന്നെ കുടുങ്ങിയ ഹെയർ ആണ് ഇത് കണ്ട. പക്ഷേ ഈ ഹെയർ ഈ മെഷീൻ ഓട്ടോമാറ്റിക് ഇതിൻ്റെ ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ട് ഉള്ളിലോട്ട് കയറ്റുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഇത് നമുക്ക് മാനുവലിയും ക്ലീൻ ചെയ്യാം. ഇതിങ്ങനെ പൊക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഊരിയെടുത്താൽ കണ്ട നമുക്ക് വേണമെങ്കിൽ മാനുവലി ക്ലീൻ ചെയ്യാം. കണ്ട ഹെയർ നൂലൊക്കെ പറ്റിയിടണമെങ്കിൽ ക്ലീൻ ചെയ്യാം. പക്ഷെ ഇത് അവർ കട്ട് ചെയ്ത് കയറ്റിക്കോളുന്ന് മെഷീൻ പറഞ്ഞ് ഇവരെങ്ങനെയാണെന്നാണ് പറഞ്ഞേക്കണത്. നമുക്ക് നോക്കാം അല്ലേ. ഇതിങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി. ഇതെല്ലാം ഞാൻ എനിക്കിട്ട് ഒരാഴ്ച ഒപ്പം ഇതെല്ലാം ചെയ്തു തരണം. ബാക്കിയെല്ലാം ഞാൻ ചെയ്തോളൂ. എല്ലാം ഞാൻ സെറ്റ്. ഗൈസ് ഇതിപ്പോ ഈ വീട്ടില് വൃത്തിയാക്കൽ പണി എനിക്കായി ഗൈസ്. ഇനി വാഷിംഗ് മെഷീനിൽ മോനെ വെള്ളം വരുന്നില്ല മോനെ, അതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യും എന്ന് പറയുമ്പോ അത് അഴിച്ച് ക്ലീൻ ചെയ്യല്, അതിന്റെ ഇത് ശരിയാക്കി പൈപ്പ് മാറ്റല്, ഇതൊക്കെ നമ്മുടെ പണിയാണ്. ഇനിയിപ്പോ എനിക്ക് ഒരു പുതിയ പണി കൂടി വന്നു. എനിക്കിപ്പോ ഇത് വൃത്തിയാക്കുക എന്ന് പറഞ്ഞൊരു പുതിയ പണിയും കൂടി എനിക്ക് ഇവരെല്ലാരും കൂടി ചാർത്തി തന്നിട്ടുണ്ട് ഗൈസ്. ഇതിട്ട് നോക്കൂ. ഊരിയതെല്ലാം ഓർത്ത് വെക്കണേ. സൈഡ് വെക്കണം. സൈഡ് ഏതോ സൈഡ് തള്ളിയിട്ട് ഏതോ സൈഡ് എന്നൊക്കെ പറഞ്ഞു. എല്ലാം മൂളി കേൾക്കുന്നുണ്ടായിരുന്നല്ലോ. മറ്റു കാര്യമുണ്ടോ, മനുഷ്യന്മാരല്ലേ ഇത്. സെറ്റായ ഇങ്ങനെ ഇരിക്കൂലേ. മെഷീൻ എന്തെങ്കിലും ഒച്ചപ്പാട് കേൾക്കുമ്പോ ഇതിലുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി.
ഇത് മാഗ്നറ്റ് ആണ് കേട്ടോ. അതാ നോക്കി, ഇതിങ്ങനെ വെറുതെ പൊക്കിയാൽ മതി. നേരെ പൊക്കണം. മാഗ്നറ്റ് കാന്തമാണ് കണ്ടോ, വേറെ ഒന്നുമില്ല. ഇതുമേന്ന് ഊരിയെടുക്കാൻ വേണമെങ്കിൽ. പക്ഷെ ഇതൊന്നും നമ്മൾ ക്ലീൻ ചെയ്യണ്ട, ഹോട്ട് വാട്ടറിൽ ക്ലീൻ ചെയ്യും. ഇതിന്റെ ഈ സാധനം ഇതിനകത്ത് തന്നെ ചൂടുവെള്ളത്തിൽ ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഹോട്ട് വാട്ടറിൽ മെഷീൻ തന്നെ ക്ലീൻ ചെയ്യും. പക്ഷെ നമുക്ക് വലിയൊരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടാ. അത് വലിയൊരു പോകുന്നില്ല കഴിച്ചത്. ഇതിന് ഹൈറ്റ് കണ്ടതാ. ഇതിപ്പോ ഈ ഹൈറ്റ് വെച്ചിട്ട് ഇതിന്റെ ഹൈറ്റ് വെച്ചിട്ട് ഇത് പോകുന്നില്ല. അപ്പൊ സോഫ കറക്റ്റ് ലെവലാ. ഇത് മോള് തട്ടും. ഇത് സോഫ പൊക്കുന്ന എന്തോ സംഭവം ഓൺലൈനില് ബുഷ് വാങ്ങാൻ കിട്ടുന്നുണ്ട്. അത് വാങ്ങിയിട്ട് ഈ സോഫ അപ്പൊ അത്ര വരെ ഞാൻ അടിക്കും. അതുവരെ നീ അടിക്കും. ഞാൻ അടിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അതിന് മറ്റേ റോബോനെ സഹായിക്കും. അതെ. അപ്പൊ ഇത് വ്ലോഗ് കുറച്ച് ലെങ്ത് ആയി പോണ്ട്. പിന്നെ നിങ്ങക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടില്ലെന്നൊന്നും അറിയില്ല. നമ്മുടെ വീട്ടിലൊരു സംഭവം വാങ്ങിയപ്പോ അതൊന്ന് നമുക്കൊരു പുതിയ അനുഭവമാണത്. നമ്മൾ ഇതുവരെ ഇത് ഉപയോഗിക്കുക മര്യാദക്ക്. എന്റെ അമ്മേ, അതാണ് ഇപ്പൊ ഇവിടെ എല്ലാവർക്കും വിഷമം. നമ്മളിത് മര്യാദക്ക് ഉപയോഗിക്കുക. അമ്മ അച്ഛാമ്മീന് സുഖമായിട്ട് ഇരിക്കുവോ എന്നുള്ളതാണ് വിഷമം. അതിന്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പൊ അത് നിങ്ങളെ കൂടെ കാണിക്കാം. മണിക്കുട്ടിക്ക് എപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടാവും. മണിക്കുട്ടിക്ക് നടുവേദന എടുക്കൂ. അതെ, വെക്കവാ. ഏതായാലും നമ്മൾ ആദ്യമായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോരാ. നമുക്ക് ലിക്വിഡ് ഒഴിച്ചത് ക്ലീൻ ചെയ്യാം. 60 മില്ലിയാ പറഞ്ഞേ. ഒരു എന്താ പറയാ, ഓറഞ്ചിന്റെ എല്ലാം പോലെ നമ്മുടെ മറ്റേ ഇതില്ലേ, മറ്റേ മിറിന്റെ എല്ലാം 60 മില്ലി. അപ്പൊ ഇത് 15 മില്ലിന്റെതാണ്. അപ്പൊ ഇതിന് 4 പ്രാവശ്യം ഒഴിക്കണം. കുറച്ചൊക്കെ നമുക്ക് 2 പ്രാവശ്യം ആക്കാല്ലേ. 2 പ്രാവശ്യം മതി. 60 മില്ലി ഒന്നും വേണ്ട. അത്രയും മണം മതി. കുലുക്കാൻ പറഞ്ഞിട്ടുണ്ടായി. പറഞ്ഞു ഒന്ന് കുലിക്കട്ട് ഒഴിക്കാനാണ് പറഞ്ഞത്. പക്ഷെ എന്റെ കയ്യായിട്ട് കയ്യും പൊള്ളിയാലോ. സോപ്പ് ഇതാണ്. മനുഷ്യൻ നിലത്തും പോയത് ഏട്ടങ്ങേറാണ് ഇവിടെ കേട്ടോ. ഇതാ ഒഴിച്ചിട്ട് വേണമായിരുന്നു. ഞാൻ പോയി മറിഞ്ഞു പോയത്. ഇത് ഇത്ര ചെറുതെല്ലാം തന്ന മരുന്നിന്റെ എല്ലാം തന്നാൽ ഇവര് 60 മില്ലിന്റെ സാധനത്തിൽ തന്നോടിരിക്കും. ഇത് എത്ര പ്രാവശ്യം ഒഴിക്കണത്? ഒന്ന് കൊണ്ടാ. അപ്പൊ എന്തായാലും നമുക്ക് ഐശ്വര്യത്തോടുകൂടി ഞങ്ങൾ ഓൺ ചെയ്യാല്ലേ. ഇത് ഞാനല്ല ഓൺ ചെയ്യേണ്ട ആള്, ഇതിന്റെ ഒക്കെ നീയാ. ചെല്ലി അത് ഓൺ ചെയ്തോ. നീയോ അമ്മയാണ് ഇതിന്റെ ആൾക്കാര്. അത് പോയിട്ട് ഓൺ ചെയ്യാം. അവിടെ സ്വിച്ച് ഉണ്ടാവും അതിന്റെ ബാക്കിൽ. ഐശ്വര്യത്തോടെ ആ സ്വിച്ച് ഓൺ ചെയ്യും. തല പൊടിയാണ്ട് ഓൺ ചെയ്തില്ലേ? വായിങ്ങോട്ട് അവിടെ ആ ലൈറ്റ് കത്തണ്ട നോക്ക്. ഹരിയേട്ടനോട് സ്വിച്ച് ഒക്കെ വെച്ചിട്ടില്ലേ? ലൈറ്റ് കത്തണ്ടോ? ലൈറ്റ് കത്തണ്ടോ നോക്കട്ടെ. അവിടെ ഒന്നും അല്ല കത്ത. അവിടെ അല്ല കത്ത. ഈ താഴെ കത്ത. ആ സ്റ്റിക്കർ ഔട്ട് ചെയ്യാനുണ്ടാ? സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുത്താട്ടെ കത്തുക എന്നാ അതിനർത്ഥം ഇതിന്റെ സ്വിച്ച് ഇത് വർക്ക് ചെയ്യുന്നില്ല. കറണ്ട് കയറണ്ടാവില്ല ഹരിയേട്ടൻ. ചെലപ്പോ കറണ്ട് ഉണ്ടാവും. ഇത് ഇതിലാണ് ഇതിന്റെ സ്വിച്ച് വരുന്നത്. ഇങ്ങോട്ട് വാ. തല ഈ സംഭവം പ്രസ് ചെയ്ത് പിടിക്കാനാ പറഞ്ഞ, ഹോൾഡ് ചെയ്ത് പിടിക്കാനാ പറഞ്ഞ. ബട്ടൺ ഹോൾഡ് ചെയ്ത് പ്രസ് ചെയ്ത് പിടിക്കണം കേട്ടാ. പിടിച്ചോ. ആരൊക്കെയാണ് നീ വിളിക്കുന്നത്? ഗുരുവായൂരപ്പനെയും ദേവിനെല്ലാം വിട്. എന്താ ആ ഹോൾഡർ പിടിച്ചാൽ ബ്ലിങ്കിങ് ആവുന്നുണ്ടല്ലേ? ഇനി വരും അത്. ഇനി കത്തും. ഞാൻ വന്നോളൂ. കണ്ട നിർവഹിച്ചിരിക്കുകയാണ്. ബാറ്ററി ലോ ആണെന്നെല്ലാം പറയണ്ടത്. പുതിയതായതുകൊണ്ട് ബാറ്ററി ഇപ്പം ചാർജ് ചെയ്യേണ്ടി വരും. അത് അപ്പം നിനക്ക് അത് അടിച്ച് നീ തന്നെ വാരേണ്ടി വരും. ചിലപ്പോൾ അത് ചാർജ് ചെയ്തിട്ടൊക്കെ പോവുള്ളൂ. ഇതെവിടത്തേക്ക് പോവാത്തതിന്റെ ഹോം കൊടുക്കണം തോന്നുന്നു. ഇത് കഴിഞ്ഞിട്ട് ഹോം അതല്ല ഹോം ഇത് 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 ഒക്കെ നിൽക്കിയാൽ മതി. ഇങ്ങനെ തന്നെ. യെസ് ഗായ്സ് കറങ്ങാൻ തുടങ്ങി.
അങ്ങനെ അത് ഇതാ ഹോമിലേക്ക് പോകാൻ വേണ്ടി പോയിട്ടത് അതതിന്റെ വീട്ടിലോട്ട് ഇതിൽ പോന്ന ആ സക്സസ്ഫുള്ളി ലൊക്കേറ്റഡ് പോലും. അപ്പം അത് വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോകണടുത്ത് ക്ലീൻ ചെയ്തിട്ട് അതിന്റെ വീടല്ലേ അത്, വീട്ടിൽ കയറി പോയാൽ പോരല്ലേ നോക്കൂ. കറക്കി കളിക്കുന്നു. അല്ല നമ്മളിപ്പോ ഹോമാ കൊടുത്തേക്കണത്, ഇപ്പൊ ആപ്പിലൊന്നും കൊടുത്തിട്ടില്ലല്ലോ, നമ്മൾ ഹോമിലേക്ക് പോകാനല്ലേ കൊടുത്തേ. പോവായിരിക്കും, നിങ്ങൾ ചെയ്യണ്ട, അത് ചെയ്തോളും, നമ്മൾ നോക്കാൻ നിക്കണ്ട, അതിന്റെ ഭാഗത്തോട്ട് ചിന്തിക്കണ്ട. ഇപ്പൊ അത് മാത്രല്ല പണിയെടുത്ത് ഇവിടെ ശീലമാണോ, ഏതൊരു ആര് വന്നാലും ഒരു ആദ്യമായിട്ടൊരു എന്താണ് കിട്ടുന്നില്ല പോലും. നമ്മള് എന്താ പറഞ്ഞത് ഇപ്പൊ അതിന്റെ സ്ഥലം കാണുന്നില്ല വീട്. നമ്മൾ ഇന്നലെ ഇവിടെ വെച്ചല്ലേ കണക്ട് ചെയ്തേ, ഇപ്പൊ പൊസിഷൻ മാറ്റിയില്ലേ, അതുകൊണ്ട് ഇതിനവിടെ കയറ്റി വെക്കേണ്ടി വരും. ഇതിനെ വീട്ടിൽ കയറ്റി വെക്കേണ്ടി വരും. മിക്കവാറും നമ്മളെടുത്ത് വീട്ടിൽ കയറി അതിന് വീട് ഒന്നും അറിയാണ്ടായി ഗൈസ്, വഴി അറിയാണ്ടായി നോക്കി അവിടെ വെച്ചാ മതി. പക്ഷെ അത് കയറിക്കോളൂ, പുറത്ത് വെച്ചാൽ മതി, എന്നെ ഇഷ്ടമുള്ളവരെ ഇത് മറ്റേ പട്ടിക്കുഞ്ഞുങ്ങളെ അമ്മേന്റെ അടുത്ത് ആക്കി കൊടുക്കുന്ന പോലെ എങ്കിലും പോകുമ്പോ വീട്ടിലോട്ട് നേരെ കൊണ്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. ലൊക്കേറ്റിംഗ് എന്നാ പറയുന്നത്, കണ്ടുപിടിച്ചിട്ട് വീട് ഇത്ര അടുത്ത് വീടുണ്ടായിട്ട് കയറി പോടെ വീട്ടിലോട്ട്. ഞാൻ അതിനുള്ളിൽ എടുത്ത് വെച്ചിട്ട് കൊടുക്കേണ്ടി വരും. ഞാൻ പോവോ പണി എന്ത് പോലെ ഇതാണ് പോ. കളിക്കത് ഞാൻ തള്ളിക്കൊടുത്താലോ വീട്ടിൽ അപ്പൊ വേണ്ട, അത് അപ്പൊ ഇതില് ഇതാക്കി ഒന്നും കൂടി മാപ്പ് സെറ്റ് ചെയ്ത് ഇനി അത് മിക്കവാറും ഇവിടെ വെച്ചിട്ട് വീണ്ടും മാപ്പ് സെറ്റ് ചെയ്യേണ്ടി വരും. വീട് മാറിപ്പോയി, അതിന്റെ വീട് മാറിപ്പോയി. ഇത്ര സുഖമായിട്ട് കയറാൻ പുറത്ത് വേറെ പോയിട്ട് എവിടെയോ കയറുന്ന അടിപൊളി. ഇത് അവര് പറഞ്ഞതെന്നറിയോ, നമ്മൾ ഇന്നലെ പ്ലഗ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തത്. അപ്പൊ അവര് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞത് ആയില്ലെങ്കിൽ മാപ്പ് വീണ്ടും റീമാപ്പ് ചെയ്യേണ്ടി വരും. ഇത് റീമാപ്പ് ചെയ്യാം, അതാണല്ലോ ഇവിടത്തേക്കാ വരുന്നത്. ഇവിടെ ഇന്നലെ സെറ്റ് ചെയ്ത ഒരടി മാറൂല, കൊണ്ടാ സ്മാർട്ട് ലൈഫ് ആണെങ്കിൽ ഇത് തന്നെ ഫോപ്സ്. കേറുന്നില്ല ഇതെങ്ങനെ കേറാനായത്? ഇങ്ങനെ ഇല്ലില്ല, കേറുന്നില്ല, അത് തെറ്റായിട്ടാ പറഞ്ഞത്. അത് ഓഫായി നല്ലത്. അതൊക്കെ ഇപ്പൊ സെറ്റായി, നോക്കട്ടെ. തിരിഞ്ഞു വന്നാ കേറും. തൊട്ടിട്ട് എണീറ്റാ കേറില്ല, തെറ്റായിട്ടാ കറങ്ങണത്. അടിച്ചു പൊളിച്ചുണ്ടത് ഡേഞ്ചറാവോ. എന്റെ ജീവിതം ഇനി നമുക്ക് ഇതിന്റെ അടിയിലായിരിക്കും. ഇനി ഇത് ശരിയാക്കി 44%. ഇതാണ് ഇപ്പൊ ഇന്നലെ നമ്മൾ ചെയ്ത മാപ്പ്. ഇതിന്റെ ഇതായിരുന്നു നമ്മൾ ചെയ്ത മാപ്പ്. നമ്മുടെ ഹാള് ഈ കാണുന്നത്, ഇവിടെ നിന്ന് ഇങ്ങനെ ഹാള്, ഇത് ഒരു റൂം, ഇത് കിച്ചൺ, ഇത് ഇപ്പുറത്തെ റൂം, ഇങ്ങനെയാണ് നമ്മുടെ താഴത്തത്. ഇനി മുകളിലത്തതും ഉണ്ട്. അപ്പൊ മുകളിലത്തെ മാപ്പും ചെയ്തിട്ടുണ്ടായി. പക്ഷെ ഇന്നലെ വെച്ച് ചെയ്തത്
ഇവിടെ വെച്ച് ചെയ്തതായതുകൊണ്ടാണ് ഇപ്പൊ അതിനവിടെ കയറാൻ പറ്റാത്തത്. ആ ചങ്ങായിനെ വിളിച്ച് ചോദിച്ചു നോക്കണം. വേണ്ട, എന്നോട് പറഞ്ഞതിന് പറ്റിയില്ലെങ്കിൽ ഇത് രണ്ടാമത് റീമാപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു പുള്ളി. അപ്പൊ ഈ മാപ്പ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഈ മാപ്പ് മാനേജിൽ കയറിയിട്ട് ഇത് റീസെറ്റ് മാപ്പ് കൊടുക്കാം. കൺഫേം. ഇപ്പൊ നമ്മള് മാപ്പ് റീസെറ്റ് പോയിട്ടാ മാപ്പ് പോയേ നമുക്ക് ക്വിക്ക് മാപ്പിംഗ് ചെയ്യാം. ഇത് കൊടുത്താൽ എന്നാ പറഞ്ഞത് ഇതിനകത്ത് ക്വിക്ക് മാപ്പിംഗ് കൊടുത്താല് ഈ മിഷൻ അടിച്ചു മാറ്റിക്കോ, വേഗം മാറ്റിക്കോണ്ടേ. ഇപ്പൊ അത് ചെയ്യാൻ തുടങ്ങും. നോക്കിക്കോ, ഇപ്പൊ ക്വിക്ക് മാപ്പ് ചെയ്യാൻ തുടങ്ങും. റൂമിന്റെ ഡോറുകളൊക്കെ ഓപ്പൺ ആക്കിട്ടെ. മാപ്പ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ക്ലീനിങ് അല്ല കേട്ടാ. അമ്മ വേഗം ആയിരിക്കോ, അടുക്കളയിലോട്ടായിരിക്കും ചിലപ്പോ ഫസ്റ്റ് വരുക. ഇത് ക്ലീനിങ് അല്ല, ഇതിപ്പോ ഇത് മാപ്പിംഗ് ആണ്. ഇതിങ്ങനെ പോയിട്ട് കണ്ടാ ഇത് അമ്മ മുന്നേ അടിക്കുന്നു, ക്ലീൻ ചെയ്യാൻ വാങ്ങിയ സാധനം പുറകെ പോകുന്നു. എന്താ ഭംഗി കാണാൻ. നല്ല തന്നെ കഴിച്ചു. ആ പെട്ടി മാറ്റി അവൻ മുട്ടിയോടെ നിൽക്കും. അതിനെ മാറ്റി പെട്ടി മാറ്റി മാറ്റടി. അല്ല ആ കസേരയൊക്കെ മാറ്റിക്കോ, കസേരയൊക്കെ മാറ്റിയിട്. അത് മാപ്പ് ചെയ്യുമ്പോ ഇതിപ്പോ ഇതിന്റെ അതിനിടെ പോ സ്ഥലമില്ല അവിടെ. അവിടെ ആക്കി. അത് വേണ്ട, അത് മാറ്റാൻ പോണ്ട. അതൊന്നും അവിടെ ലൈറ്റ് അടിച്ച് സെൻസ് ചെയ്ത് പറ്റുള്ളൂ. ആ ചവിട്ടോടി വരെ പോകലട്ടാ, ചവിട്ടോടി ഒന്നും കേറൂല. അവൻ പോയി ഇടിക്കുവോ? ഇല്ല, നിന്നല്ലേ, ഞാൻ വെച്ച് ഇടിക്കുമെന്ന് പോയിട്ട്. ഇതിപ്പോ ക്ലീനിങ് ഒന്നും അല്ല കേട്ടോ, ഒന്നും വലിക്കൊന്നുമില്ല. ജസ്റ്റ് ഇത് നമ്മുടെ വീടിന്റെ മുക്കും മൂലയെല്ലാം പോയി കണ്ടുപിടിക്കുന്നതാണ്. കണ്ടാ, ഇവിടെ ഇന്ന സ്ഥലമുണ്ട്, ഇവിടെ ഇന്ന സ്ഥലമുണ്ട്. ഇപ്പൊ ഈ പോകുന്ന അനുസരിച്ചിരിക്കും ഇത് നാളെ ക്ലീൻ ചെയ്യുന്നത്. എനിക്ക് ഇത് ചെയർ മാറ്റി കൊടുത്താൽ അടിപൊളിയായിരിക്കും. അല്ല, ഇടക്ക് മാറ്റി കൊടുത്താലാണത് ഇതാവുക. ഒരെണ്ണം ഒഴിവാക്കിയിട്ടാ മതി. അപ്പൊ അതിനിടയ്ക്ക് ഒരെണ്ണം ഒഴിവാക്കിയിട്ടാ മതി. നീ റൂമിലേക്ക് പോകണ്ടട്ടാ. അവിടത്തത് കഴിഞ്ഞ് ഇതേ റൂമിലേക്ക് കയറാൻ തുടങ്ങി. അയ്യോ, അത് മാറ്റിയതാ ഇതൊക്കെ അതിലേക്ക് മാറ്റിയിട്ട് പള്ളി മാറ്റിയിട്ട് നിലത്തന്നെ. ഇതിപ്പോ എല്ലാവർക്കും പണിയായി. മുമ്പ് ഇവർക്ക് നികിക്ക് മാത്രം പണി ഉണ്ടായിരുന്നുള്ളൂ. അയ്യോ, ആ ചവിട്ടിന് എന്തെല്ലാം ആക്കിയിട്ടുണ്ടോ. അതെ, അതുപോലെ ഇനി ഇതാണ് അമ്മേന്റെ മരുമോൾ കേട്ടാ. രണ്ടാമത്തെ മരുമോളാണ് അല്ല ഇതൊക്കെ. ഇതിന്റെ പുറകെ ഇങ്ങനെ. അതെ, ഇനി മറ്റേ മരുമോള് വേസ്റ്റ് ആവൂല. ഇതെന്താ എന്റെ ദൈവം. ഇവിടെ ഒരെണ്ണം മാത്രം മാറ്റിയാ മതിയായിരുന്നടി. അകലം ഇട്ടിട്ടാ മതി. മനസ്സിലായോ? ആരുടെയെങ്കിലും ആവട്ടെ അല്ലേ. ഇത് അകത്തിട എന്നിട്ട്. ഇതിപ്പോ വലിയ പണി വേറെ എടുക്കണല്ലോ അല്ലേ. ഇത് മാപ്പിംഗ് ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ ഗൈസ്. അപ്പൊ അതങ്ങനെ അവിടെ പോയി സെൻസ് ചെയ്തു. ഇതിന്റെ ക്യാമറ അതാ കണ്ടാ. ഇപ്പൊ അമ്മനെ കാണാൻ നോക്കിയട്ടെ ഇതിനകത്ത്. അത് വരുന്ന വഴിക്കെല്ലാം മാറ് കണ്ടാ. അത് വേണ്ട, അതിനടി കയറി ഇപ്പൊ സ്റ്റക്കായി പോകും. പൊടി കിടന്ന് കണ്ടാ നമ്മളെ കാണുന്നുണ്ടാ. ഇത് എന്താ ഷീറ്റിന്റെ മുകളിൽ കയറി അവിടെ പോയി ഇടിക്കുവോ? ഇല്ല, അവിടെ സ്റ്റോപ്പായി. നമുക്കിതിപ്പോ ലോകത്ത് എവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഇത് എന്താ ചെയ്യണേന്ന് നമുക്ക് കാണാൻ പറ്റും. കണ്ടാ, അതിനകത്തൊരു ക്യാമറ ഉണ്ട്, ക്യാമറ ഉണ്ട്. അത് കയറൂലേ, അവിടെ തലമായിട്ട് മാറിക്കോളൂ. നീ അവിടെ നിന്ന് മാറും, ഒബ്ജക്റ്റുകൾ ഇതാകാണ്ട് മാറിക്കോടുന്നോട്ട്. ഈ ക്യാമറയും കൂടി ഇതിനകത്ത് ഉണ്ട് കേട്ടോ. ഈ ഒരു ഫംഗ്ഷനും കൂടി ഉണ്ട്. ഇത് നല്ലതാണ്. നമുക്കിപ്പോൾ വേറെ എവിടെയെങ്കിലും ഒക്കെ ആണെങ്കിൽ ഇതെന്താ ചെയ്യണേന്നൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടുത്തെ മാപ്പിംഗ് കഴിഞ്ഞ് ഇത് വീട്ടിൽ കയറുമോ ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇത് വീട്ടിലേക്ക് കയറാനാണ് നോക്കണം കേട്ടോ. അതാണ് ഹെവൻ ഹോം എന്നാ. എന്താ ഇതിന്റെ പേര്? ഹെവൻ ഹോം. എന്നിട്ട് വീട് കാണാണ്ട്. ഇതിന് വീടില്ല കേട്ടാ, വീട് കിട്ടണല്ലോ. ഇനി ആരാന്റെ വീട്ടിൽ പോയി വീട് പറഞ്ഞു കൊടുക്കായിരുന്നല്ലേ. എനിക്ക് ഇത് മിക്കവാറും ഇല്ലേ നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് ഇവിടെ വെക്കേണ്ടി വരും കേട്ടോ.
കൊറല്ല അത് നോക്കട്ടെ ഇപ്പൊ അത് കേറുമോ ഇല്ലേ നോക്കണം ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഇനി ചിലപ്പോ ഇനി അഡ്ജസ്റ്റ് ചെയ്താൽ പണി കിട്ടും മനസ്സിലായ. അത് ഓപ്പനോട് പറഞ്ഞ് പ്ലീസ് മൂവ് മീ ദ ഓട്ടോ സ്റ്റേഷൻ. ആ അത് കുറച്ച് ഇങ്ങോട്ടേക്ക് വെക്ക്. പ്ലേസ് ഒന്ന് മാറ്റാം. ഇതിന് വീട് മനസ്സിലാവുന്നില്ലെങ്കിൽ വീട് പൊളിച്ച് മാറ്റുന്ന ഞാൻ പറഞ്ഞില്ല എന്റെ ജീവിതം ഈ സ്റ്റെപ്പിന്റെ അടിയിലായി. ഗൈസ് ഫൈനലി നമ്മളത് കുറച്ച് തിരിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് ഇതിനുള്ളിലോട്ടായതുകൊണ്ടാണ് കയറാത്തതെന്ന് തോന്നുന്നു. ഇപ്പൊ സ്റ്റാർട്ട് ക്ലീനിങ് കൊടുത്തിട്ടുണ്ട്. സൗണ്ട് കേട്ടോ ഇതിന് വെള്ളം എടുക്കുന്നതാണ് കണ്ടോ. ഇതിന് വെള്ളം എടുത്ത് ഇതിനകത്തേക്ക് വെള്ളം എടുത്തിട്ട് ഇതിപ്പോ ക്ലീൻ ചെയ്യാൻ വേണ്ടി വരും. നമ്മള് ഇത് റെഡിയായി. നമ്മുടെ എന്താ പറയാ ഭയങ്കര ഇതാ നമ്മുടെ ഇത് ശരിയായി. മാപ്പ് നമ്മൾ വീണ്ടും മാപ്പ് ചെയ്തിട്ടുണ്ട്. റൂമും കാറിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇത് ക്ലീൻ ചെയ്യോ ഇല്ലേന്ന് നമുക്ക് നോക്കാം. എന്നാ മതി നാളെ കൊടുത്താൽ മതി. നോക്കാലോ അല്ലേ. ഇനി ഇതിനകത്ത് കുറെ ഓപ്ഷൻ ഉണ്ട് ഗൈസ്. ഇത് ഇറങ്ങി വരുന്നിട്ടുണ്ട് ഗൈസ്. നാഗവല്ലി ഇറങ്ങി വന്ന് നാഗവല്ലിന്ന് ഇട്ടാ മതിയായിരുന്നല്ലോ. നല്ല പേര്. തുടങ്ങി ഇപ്പൊ ക്ലീൻ ചെയ്യാൻ തുടങ്ങി കേട്ടാ. അവിടെ എല്ലാം പോകുന്നുണ്ട് കേട്ടാ. ആ വയറവിടെ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ അപ്പുറത്തോട്ടും പോകും. ആ സ്റ്റക്കായിട്ട് കയറി ഇരുന്നു തോന്നുന്നു. അതത് സ്റ്റക്കായിട്ടാ ഗൈസ്. ഇവിടെ സ്റ്റക്കായി നമ്മൾ കയറി ഇരുന്നു. ഇല്ല പോരുന്നുണ്ട്. അയ്യോ ഇത് തുടക്കുമ്പോ ഇങ്ങനെ നടക്കാൻ പാടില്ല കേട്ടാ. ചെളിയാവുന്നുണ്ട്. അത് നമ്മൾ തുടക്കുന്ന പോലെ തന്നെയല്ലേ. അടച്ചിടുന്നത് ഇപ്പൊ അത് കിട്ടും. നല്ല മുക്കും മൂലം ചേർത്ത് കിട്ടുള്ളൂ നിനക്ക് കണ്ട. ഇപ്പൊ സൈഡൊക്കെ ചേർത്ത് പോകുന്നുണ്ട്. അയ്യ അത് അടക്കേണ്ടി വരുന്നില്ലടി. ഇനി അടക്കാൻ പറ്റില്ല നിനക്ക്. ഇത് മാറ്റി കയറുമ്പോഴേ ഓട്ടോമാറ്റിക്കലി വെള്ളം കട്ടാവും കേട്ടോ. അങ്ങനെയാണ് അവർ പറഞ്ഞത്. മാറ്റി കയറുന്ന സമയത്ത് വെള്ളം ആവൂല എന്നാ പറഞ്ഞത്. അല്ലാത്ത ടൈലിൽ വെള്ളമാവും, മാറ്റിൽ വെള്ളം ആവൂല എന്നാ പറഞ്ഞത്. ഇതിപ്പോ ഇവിടെ കണ്ട വെള്ളമുണ്ട്. പക്ഷെ ഇവിടെ കണ്ട കയറിയപ്പോൾ വെള്ളമില്ല. അത് കണ്ട അപ്പം ഇത് പൊക്കി പിടിക്കും. കണ്ട കറങ്ങുന്നില്ല. വൃത്തിയാവണ്ടോ ഇല്ലേ നോക്കണമായിരുന്നു. തുടച്ച് ചെയ്തിട്ട് എന്തായാലും സോഫയുടെ അടിയിലും കയറില്ല. നമ്മൾ പറഞ്ഞ പോലെ പൊക്കിയാലേ കയറുള്ളൂ. അവിടെ ഇരുന്ന് തോന്നുന്നു സ്റ്റക്കായിട്ട്. ഇനി തിരിച്ചു വരാൻ കഴിയില്ല. നീ തുറല്ലേ തുടണ്ട. അത് തന്നെ വരുമെന്ന് നോക്കൂ. വന്നോളൂ. അത് ഒന്നും ചെയ്യണ്ടാവുന്നു. ഇത് ഇവിടെയൊക്കെ നിറച്ച് അഴുക്കണ്ട കേട്ടോ. ഇത് പോവാന്ന് നോക്കാം നമുക്ക്. ഒരു ഇച്ചിരി മതിയായിരുന്നു. ഒരു ഇഞ്ച് ഹൈറ്റ് ഉണ്ടെങ്കിൽ. സൈഡൊക്കെ നല്ല അടിപൊളിയായിട്ട് തൂത്ത് വരുന്നുണ്ട് കേട്ടോ. കണ്ടോ ഇല്ല വന്ന ഭാഗം നോക്കി നല്ല നീറ്റായി പോയിട്ടുണ്ട്. വെള്ളമുണ്ട് കണ്ട. ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ. ഇതില്ലേ പോണത് മൂല മാത്രമാണ് ആദ്യം തുടച്ച് വരുന്നത് കേട്ടാ. അല്ലാണ്ട് മൊത്തം ഹാളല്ല. നീ അവിടെ നിന്ന് തുടങ്ങിയിട്ട് കണ്ടിനാ അത് പോയത് കണ്ട. വീടിൻ്റെ ഇങ്ങനെയാണ് പോയത്. ഇതാ ഇങ്ങനെ പോയി ഇതിനോട് ചുറ്റി കയറാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ പോയി ഇങ്ങനെ വന്നിട്ട് ചുറ്റിപ്പോയാണ് കണ്ടാ. നീ സൈഡ് മാത്രം ആദ്യം തുടക്കും. മുക്കും മൂലയെന്നല്ലേ. മൂലയും മുക്കുമാണ് ആദ്യം തുടക്കുന്നത് കണ്ടാ. ഇല്ലില്ല അത് വരും. നിങ്ങണ്ട മൂല പോണാണ്ടില്ല. നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ സൈഡ് മാത്രം പോണേ. ഈ സൈഡ് മാത്രം ഇതാ ഈ ലൈൻ പോലെ പോണത് കണ്ട. ഇവിടുന്ന് ഈ ലൈൻ പോലെ പോയി കറക്റ്റ് ഇതാ അവിടത്തോളം പോകില്ല കേട്ടോ. അങ്ങോട്ട് പോകില്ല. ആ റൂം സെപ്പറേറ്റ് അവിടത്തോളം പോകില്ല. ഈ ഒരു ഏരിയ കണ്ടാ നിങ്ങൾ. ഇത് ഇതിനകത്തുള്ളതാണ്. ഞാൻ കാണിച്ചു തരാം. മാപ്പിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്. അതായത് ഈ ഏരിയ എന്ന് പറയുന്നത് ഈ റെഡ് ഈ കാണുന്ന ഈ ഓറഞ്ച് റെഡ് കണ്ട. കണ്ട വര കണ്ടത് ഇവിടെ ഉണ്ട് കേട്ടോ. അതിന്റെ വര കണ്ട. അത് പോണ വഴി ഉണ്ട് ഇവിടെ കണ്ടത്. ഇപ്പൊ ഇത്രയും ക്ലീൻ ചെയ്ത് വന്ന ഭാഗമാണ് ആ കാണുന്നത് കണ്ട. അത് വന്നുകൊണ്ടിരിക്കുന്ന ഭാഗം കണ്ട. സ്റ്റെയർ ഇപ്പം അമ്മ ഇരിക്കുന്ന സ്റ്റെയറിൻ്റെ അടുത്ത് തിരിച്ച് വന്ന് കണ്ട. ആദ്യം സൈഡ് മൊത്തം ക്ലീൻ ചെയ്ത് വന്ന് കേട്ടാ. കണ്ട നിങ്ങൾ. ഇനിയാണ് പിന്നെ ചെയ്യുക നടുക്ക് ചെയ്യുക.
എല്ലായിടത്തും പോകും. നിങ്ങൾ അത് നോക്കണ്ട, അതിന് വിട്ടാൽ മതി. കണ്ട ഇവിടെ ഡയഗ്രാം കറക്റ്റ് കാണിക്കണ്ട, അങ്ങനെ തന്നെയാണ് അതിൻ്റെ റൂട്ട്. എന്താല്ലേ സ്റ്റെപ്പിൻ്റെ അടിയിൽ പോയല്ലേ? അവിടെയൊക്കെ നിങ്ങൾ പോയി ക്ലീൻ ചെയ്യാറില്ലല്ലോ, പോയി ചെയ്യുന്നുണ്ട് കണ്ട, അങ്ങെല്ലാം പോയി ചെയ്യുന്നുണ്ട് കണ്ട. ചെറിയ ഗ്യാപ്പിലെല്ലാം പോയി കൊള്ളാട്ടോ സംഭവം. ആ സോഫയും കൂടി പൊന്നിച്ചു കൊടുത്താൽ നിങ്ങൾ സൈഡിലൊന്നും, സൈഡൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. സൈഡൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. എടി അവിടെ ഇപ്പൊ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അങ്ങ് പോയാനെ. ആ വയറ് കണ്ട കണ്ട. ഇനിയാണ് ഇങ്ങനെ പോയി ക്ലീൻ ചെയ്യുക. ഇനി സൈഡോട്ട് ചേരൂല അത് കണ്ട. അത്രയും ഭാഗം ക്ലീൻ ചെയ്ത് പോയതാ കണ്ട. ഇങ്ങനെയാണ് പണി എളുപ്പം. ഇനി തിരിച്ചടുത്ത് അങ്ങോട്ട് പോകും. ഇത് വേറെ രീതിയിൽ ചെയ്യാം. ഇതിപ്പോൾ ബേസിക് മോഡലാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷനിൽ തന്നെ കുറേ മോഡലുണ്ട്. ഹെവി ആയിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ മാപ്പ് എടുത്ത് ഞാൻ കാണിച്ചു തരാം. അല്ല, നമുക്ക് ഇതിനെ നല്ല രീതിക്ക് വൃത്തിയാക്കണമെന്നുണ്ടല്ലോ. ഇതിപ്പോൾ ജസ്റ്റ് ബേസിക് മോഡലാണ്. ഇതിപ്പോൾ നല്ല രീതിക്ക് ഇടണമെങ്കിൽ ഡീപ്പായിട്ടൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം നല്ല ഇത് വൈറ്റ് ടൈപ്പിലൊക്കെ ഓടി എന്തൊക്കെയോ ചെയ്യും, ഡീപ്പ് ക്ലീനിങ് ചെയ്യും. ഡീപ്പ് ക്ലീനിങ് ഒന്നും എപ്പോഴും വേണ്ട. നമുക്ക് ഫൈനലിൽ നോക്കട്ടെ എന്താണെന്ന്. അല്ല, അത് ചെയ്ത് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് നോക്കിയിട്ടേ വേണ്ടു. ഇത് എല്ലാ ദിവസവും ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ മീഡിയം ക്ലീനിങ് മതി. ഇപ്പൊ കയറി പോവാൻ തുടങ്ങി കേട്ടാ കണ്ട. അത് തന്നെ ഒറ്റയ്ക്ക് കയറിപ്പോയി അവിടെ പോയി കയറി. ഇനി ഇപ്പൊ ഇവിടുത്തെ ഇത് കഴിഞ്ഞ് ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് അത് വൃത്തിയാക്കി. നോക്കിയേ, ഇതാ അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. എല്ലാം മുക്കും മൂലയും ചേർത്ത് ഇതടക്കം ചേർത്ത് പോയിട്ടുണ്ട്. അതിപ്പം നോർമൽ ക്ലീൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി ഒരു ഡീപ്പ് ക്ലീൻ കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സൂപ്പറായി വരും. ഇപ്പം എന്തോ വെള്ളമൊക്കെ മാറ്റിയിട്ടാ എന്തോ പരിപാടി നടക്കണത്. കഴുകി ക്ലീൻ ആക്കിയിട്ട് അതിൻ്റെ പാഡില്ലേ, ആ പാഡ് ഇപ്പം അത് കഴുകി ക്ലീൻ ആക്കും. ഇവിടെ ഹോട്ട് വാട്ടറിൽ ക്ലീൻ ആക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് വേണമെങ്കിൽ ക്ലീൻ ആക്കിയിട്ട് അത് തിരിച്ചു വരും. അതിന് വഴിയൊന്നും തെറ്റിപ്പോലെ എവിടെയൊക്കെ ചെയ്തെന്ന് കൃത്യമായിട്ട് ഞാൻ അത് കാണിക്കും. അത്രയും ഭാഗം ക്ലീനിങ് കഴിഞ്ഞു. ഇനി പോയിട്ട് എന്നിട്ട് വെള്ളം പോയി രണ്ടാമത് മാറ്റി കയറ്റി വന്ന് വീണ്ടും ഡൈനിങ്ങിൻ്റെ ഏരിയയിലേക്ക് പോയി ക്ലീൻ ചെയ്യുന്നുണ്ട് കണ്ട. അപ്പം ഇത് ഈ വെള്ളം വരെ ഇവിടെ ഫുൾ വീഴുമ്പോൾ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ക്ലീൻ ആയെന്നായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്. എനിക്ക് ആ റൂമിൽ പോയിട്ട് എന്തോ ചെയ്ത് ക്ലീൻ തുടച്ച് വന്നിട്ട് അതിൻ്റെ വെള്ളമോ എന്തോ ആയിനെ. എന്നിട്ട് വന്ന് ഇപ്പോൾ വീടൊക്കെ കണ്ടുപിടിച്ച് നല്ല നല്ല കുട്ടിയായിട്ട് വന്ന് വീട്ടിൽ കയറാൻ തുടങ്ങി കൃത്യസമയമാകുമ്പോൾ. നേരത്തെ പോലെയല്ല. ഇതാ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് ബാക്ക് ഭാഗം ആണ് കയറുന്നത്. ഇതാ സെറ്റായി. ഇതാ പോയണ്ട വീട്ടിലോട്ട്. ആ പോട്ടെ 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 പോട്ടെ. അതാ നല്ല നല്ല മോളായിട്ടാ ഇപ്പൊ. മിടുക്കി മിടുക്കി. അടുക്കളയില് നിറച്ചും പൊടിയാന്ന് കേട്ടാ. നോക്കാം നമുക്കിത് എത്രത്തോളം ക്ലീൻ ചെയ്യും. ഇതിന്റെ ക്ലീനിങ് നമുക്ക് മനസ്സിലായി. ഇതിപ്പോ ഇവിടെ എല്ലാം നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇത് വെള്ളം എടുക്കുന്നു കേട്ടാ. തുടക്കലും അടിക്കലും ഒന്നിച്ചാണ്. അപ്പൊ ഇതാ ഇത്രയും പൊടിയുണ്ട് അടുക്കളയില്. ഇനി ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുക്കളേന്റെ അവസ്ഥ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇത് എത്രത്തോളം ക്ലീൻ ആയിട്ടുണ്ട്. ഇവിടെ സംഗീതം പഠിച്ചോണ്ടിരിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല, ചെറിയ മടിയെല്ലാം ഉണ്ട്. എന്നാലും പിന്നെ അങ്ങനെ ഈ സമയത്ത് ഇരുന്ന് പഠിക്കുന്നതേ ഉള്ളു. ഇതൊക്കെ എടുത്ത് ഇപ്പൊ താഴത്തുനിന്നൊക്കെ മേലെ വെച്ചതാണ് ഇതിന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോ റൂമിൽ കയറി കണ്ട. അതെ നമ്മുടെ ബാത്റൂമിൻ്റെ ഒക്കെ ആ മാറ്റിൻ്റെ മുകളിൽ വരെ കയറി ക്ലീൻ ചെയ്ത് പോരുന്നുണ്ട്. ഇപ്പം സൈഡ് മാത്രം ക്ലീൻ ചെയ്യുന്നത്. സൈഡ് മാത്രം ചെയ്ത് പോകുന്നതിന് ശേഷം ഇവിടെയൊക്കെ ചെയ്യുള്ളൂ. ഇതേ ഇങ്ങോട്ട് കയറാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ വന്ന് നിന്നില്ലേ. അപ്പം നിങ്ങളെടുത്ത് ഇവിടെ വെച്ച് കൊടുക്കണം. പിന്നെ പൊടി കടന്നു വീഴാൻ പോവല്ലേ, ഒന്നും വീഴില്ല, അതെല്ലാം കറക്റ്റ് നിൽക്കും. ഇത് അപ്പം എടുത്ത് ഇവിടെ വെച്ച് കൊടുത്ത് കഴിയുമ്പോൾ ഇല്ലേ, എന്നിട്ട് വീണ്ടും സ്റ്റാർട്ട് ക്ലീനിങ് കൊടുക്കണം അതിനകത്ത്. അപ്പം അത് ക്ലീൻ ചെയ്ത് പോരും. ഇത്രയുള്ള സംഭവം. ഇങ്ങനെ കാത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് വീഴൂല. പിന്നെ അതിന് ചവിട്ടി ഇങ്ങനെ പോയിട്ട് ചവിട്ടി അങ്ങ് ഇട്ടാ അത് വീഴും, അല്ലാതെ വീഴൂല. അത് അതിന്റെ സെൻസറിൽ അത്രയും ഇതാണ്. ഇതില് വേറൊരു സംഭവം ഉണ്ട് കേട്ടാ. ഇരുട്ട് വരുന്ന സമയത്ത് കണ്ട ഇവിടെ അടിയിൽ ഇരുട്ടാണ്. അപ്പൊ ലൈറ്റ് ഉണ്ട് അതിന്, കണ്ടതാ കണ്ടാ. അത് ടോർച്ചെല്ലാം അടിച്ച് കണ്ണ് കണ്ടിട്ടാ പോണേ കേട്ടാ. ക്ലീനിങ് കംപ്ലീറ്റ് ആയി.
ക്ലീനിങ് കംപ്ലീറ്റ് ഞാൻ അങ്ങോട്ട് എടുത്ത് വെക്കേണ്ടി വരും. അത് പോവില്ല, അവിടെ നിന്ന് പോവില്ല. സൂപ്പർ എല്ലാം പറഞ്ഞ്. ഇതിപ്പോഴേ ഇവിടെ നിന്ന് എല്ലാം ക്ലീൻ ചെയ്ത് പോയിട്ടില്ലേ, ഹെയർ കട്ട് ചെയ്യണ്ടാ. നമ്മുടെ ഹെയർ കട്ട് മറ്റേ ഹെയർ കട്ടല്ല, ഇതിന്റെ നമ്മുടെ ഹെയർ നിലത്ത് വീണ ഹെയർ ഇത് കട്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഓൾറെഡി വരും, മുകളിൽ കണ്ട മെസ്സേജ് വന്നിട്ടുണ്ട് കട്ടിങ് ഹെയർ. എന്താ ചെയ്യണമെന്നുള്ളത് വരും, ഇത് തന്നെ പറയുകയും ചെയ്യുന്നു കട്ടിങ് ഹെയർ. ഇപ്പൊ മുടി മുറിച്ചിട്ട് വരും അല്ല എന്തൊരു. ഇനി എന്തിന്റെ ഹെയർ കട്ട് ചെയ്യണമെങ്കിൽ എവിടെയും പോകണ്ട, ഇവിടെ തല വെച്ച് കൊടുത്താൽ മതി, അത് കട്ട് ചെയ്ത് തരും കേട്ടോ. അതല്ല ഇപ്പൊ ഇതാ ക്ലീനിങ് കംപ്ലീറ്റ് ആയിട്ടാ. അതാണ് ഈ കാണുന്ന ഡയഗ്രാം. ഈ ലൈൻ കണ്ട, ഈ ലൈൻ നമ്മുടെ ഈ സിറ്റ് ഔട്ട്, സെൻട്രൽ ലിവിങ്, പിന്നെ റൂം, കിച്ചൺ, ഒരു റൂം, ഇങ്ങനെയാണ് ഈ സംഭവം വന്നേക്കുന്നത് കണ്ട. ഇപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളൊരു ലുക്കാണ് ഈ കാണുന്നത്. ഇപ്പോൾ ക്ലീനിങ് കഴിഞ്ഞപ്പോൾ സെൻട്രലത്തത് പിന്നെ കിച്ചണിലെത്തത് ഇതാ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ റൂമിലത്തത് ഇതാ, ഈ റൂമിലത്തത് ഇതാ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് പോയി. നമുക്ക് ചവിട്ടുമ്പോൾ തന്നെ ഒരു സുഖം കിട്ടുന്നുണ്ട്. കൊള്ളാം, അടിപൊളിയായിട്ടാ. ഹെയർ കട്ടിങ് കംപ്ലീറ്റ് ആയി. ഇപ്പം കളക്ടിങ് ഡസ്റ്റ് കണ്ടോ, മുകളിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഇതിനകത്തുള്ള ഡസ്റ്റൊക്കെ അതിലേക്ക് പോവേണ്ട. അതും കഴിഞ്ഞ് ഈ മോപ്പ് ക്ലീനിങ്. ഇനി ഇപ്പം ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മോപ്പില്ലേ, ആ മോപ്പെല്ലാം ഇത് ക്ലീൻ ചെയ്യുന്നതാണ് ഓട്ടോമാറ്റിക്. ആ പരിപാടിയാണ് പടക്കുന്നത്. ഇതിപ്പോഴേ ഇതിനകത്ത് കുറേ ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ ഓട്ടോ ക്ലീനാണ് ഇപ്പോൾ ചെയ്തത്. ഇത് മൊത്തം നമ്മുടെ വീടിൻ്റെ താഴത്തെ ഗ്രൗണ്ട് മൊത്തം, താഴത്തെ ഫ്ലോറ്. ഇനി മുകളിലത്തെ ഫ്ലോറും കൂടി നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുകളിലും മിഷനെ കൊണ്ട് വെക്കണം, ചെയ്യാൻ പറ്റും. അത് കളഞ്ഞില്ലേ. പിന്നെ ഇനിയിപ്പോൾ നമുക്കൊരു റൂം മാത്രം ചെയ്യണമെങ്കിൽ, ഇപ്പോൾ കിച്ചൺ മാത്രം നിനക്ക് എല്ലാ ദിവസവും 2 നേരം ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് റൂം കൊടുത്തിട്ട് ഇവിടെ കിച്ചൺ കൊടുത്താൽ വേണ്ട, സെലക്ട് റൂം കൊടുക്കുക, കിച്ചൺ കൊടുത്താൽ ഈ കിച്ചൺ മാത്രം എന്നിട്ട് സ്റ്റാർട്ട് ആക്കിയാൽ കിച്ചൺ മാത്രം ക്ലീൻ ചെയ്യും. അങ്ങനെ എല്ലാ റൂമും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ സോൺ ക്ലീനിങ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ചായ മറിഞ്ഞു, ഇപ്പോൾ ഇവിടെ നമ്മുടെ ഡൈനിങ് ഏരിയ, ഇവിടെ എന്തെങ്കിലും ചോറ് കറി എന്തെങ്കിലുമൊക്കെ മറിഞ്ഞു, അപ്പോൾ അവിടെ മാത്രം ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ സംഭവം കണ്ട, ഇതെടുക്കുക. എന്നിട്ട് ഈ സ്ഥലത്താണെങ്കിൽ ഇത് വലിച്ചിവിടെ വെക്കുക. ഏതാണ് സ്ഥലം എന്ന് വെച്ചാൽ സൂം ചെയ്തിട്ട് അവിടെ മാത്രം വെച്ച് കൊടുത്തിട്ട് അത് ചെറുതാക്കണമെങ്കിൽ വലുതാക്കുക. ചെറിയ കുഞ്ഞ് ഏരിയ മാത്രമാണെങ്കിൽ ചെറിയ ഏരിയ മാത്രം. എന്നിട്ട് സ്റ്റാർട്ട് കൊടുത്താൽ ഇത് ഓടിപ്പോയിട്ട് ആ മറിഞ്ഞ സ്ഥലം മാത്രം ക്ലീൻ ചെയ്യും. ഓ കഷ്ടപ്പെട്ട് അല്ലേ എനിക്ക്. നിന്റെ ക്ഷീണമെല്ലാം കണ്ട വിചാരിക്കും നീയാ കഷ്ടപ്പെട്ടത് അല്ലേ ഗൈസ്. അപ്പൊ എന്തായാലും ഇന്ന് നമ്മുടെ മിഷ്യൻ വന്നിട്ടുള്ളൊരു ക്ലീനിങ് വ്ളോഗായിരുന്നു അല്ലേ. അതിങ്ങനെ വെറുതെ കണ്ടിരുന്ന് നമ്മുടെ സമയം കളഞ്ഞെന്ന് പറയാം. ഇതിപ്പോ നമ്മൾ വാങ്ങി 1 ദിവസം 2 ദിവസം അല്ലേ ഇതിന്റെ പുറകെ അടക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അതായ അതിന്റെ പാടായി. അത് ഷെഡ്യൂൾ ചെയ്യാം, നമുക്ക് എത്ര സമയം വേണമെന്നൊക്കെ ഷെഡ്യൂൾ ചെയ്യാം. അപ്പം എന്തായാലും ഇനിയിപ്പോൾ ഇത് ക്ലീൻ ചെയ്തിട്ട് ഇതിൻ്റെ എന്തുണ്ട്, എങ്ങനെയുണ്ട്, ഇനി ഇത് വർക്കിംഗ് ഒക്കെ അടിപൊളിയാണോ എന്നൊക്കെ ഉള്ളതൊക്കെ നമുക്ക് അടുത്തൊരു പിന്നൊരു വ്ളോഗിൽ പറയാം അല്ലേ. നമ്മളും കമന്റിലൂടെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് റിപ്ലൈ തരാം. പിന്നെ എന്തായാലും നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ എന്താന്ന് വെച്ചാൽ ഇതിന്റെ വില ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഇതിന് എന്ത് വിലയുണ്ടെന്ന്. അപ്പോൾ ഇതിന്റെ വില വരുന്നത് കുറച്ച് കൂടുതലാണ് അല്ലേ. കാരണം ഇത് ഫുള്ളി ഓട്ടോമാറ്റഡ് ആണ്. ആ ഒരു രീതിയിലുള്ള മെഷീൻ ആയതുകൊണ്ടും AI ടെക്നോളജി, AI ക്യാമറ അങ്ങനെയൊക്കെ ഉള്ള, പിന്നെ മറ്റേ എക്സ്ട്രാ മോട്ടർ, പിന്നെ സെക്ഷൻ പവർ 9500 ആണ്. അപ്പം അങ്ങനെ പിന്നെ ബ്ലേഡ്, ഹെയർ കട്ടിങ്, അങ്ങനെ കട്ടിങ് ഷേവിങ് പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് ഇതിന് വില കുറച്ച് കൂടുതലാണ്. വില വരുന്നത് 67,000 രൂപയാണ് ഇതിൻ്റെ ഒരു അവിടുത്തെ റേറ്റ് ഒക്കെ കാണിച്ചേക്കണത്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഡിസ്കൗണ്ടിലൊക്കെ അവർ ചെയ്തു തന്നു. കാരണം നമ്മൾ അവിടുത്തെ വീഡിയോസൊക്കെ പ്രൊമോഷനൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഡിസ്കൗണ്ടിൽ ചെയ്തു തന്നു. പിന്നെ ആ ഒരു റേറ്റ് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തു കൊടുത്തുകൊണ്ട് അവർ നമുക്ക് പരമാവധി ചെയ്തു തരണം. അതുകൊണ്ടും കൂടിയാണ് നമ്മളിത് വാങ്ങിയത്. അല്ലെങ്കിൽ നമ്മളിത് വാങ്ങൂലായിരുന്നു, ഇത്രയും പൈസ കൊടുത്തിട്ട് വാങ്ങൂലായിരുന്നു. അപ്പോൾ അവിടെ അതിൻ്റെ ഒരു ബേസിലൊക്കെ അവർ അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ കുറച്ചൊക്കെ തന്നതുകൊണ്ടാണ് നമ്മളിത് വാങ്ങിയത്.
അപ്പൊ പിന്നെ ബജാജിന്റെ EMI ബാക്കി നിക്കി അടച്ചോളാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ EMI ഒക്കെ അടച്ചടച്ചടച്ച് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും സംഭവം കൊള്ളാം. പിന്നെ ബാക്കി വിവരങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിലൊക്കെ ആയിട്ട് ഇങ്ങനെ കാണിക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോ. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ അതിനുള്ള മറുപടി ഒരു വീഡിയോയിലോ അല്ലെങ്കിൽ കമന്റിലോ പറയാം, ഏതെങ്കിലും വ്ളോഗിലോ അപ്പൊ കമന്റിലോ. ഓക്കെ, ഈ വ്ളോഗ് നല്ല ലെങ്ത് ആയിട്ടുണ്ട്. എപ്പോഴും അപ്പൊ ഓക്കെ അല്ലേ അമ്മേ?